എല്ലാവർക്കും നമസ്കാരം. SP4Techന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ടോട്ടലി വീഡിയോ ചെയ്യുന്ന മെത്തേഡ് ഫുള്ള് മാറ്റി ഒരുപാട് ടിപ്സും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ഉണ്ട്. ഇനി തൊട്ടുള്ള എല്ലാ വീഡിയോസും ഇങ്ങനെ തന്നെ ആയിരിക്കും. മാക്സിമം ഒരു 3-4 അവേഴ്സ് അനലൈസ് ചെയ്തിട്ടാണ് ഈ റിപ്പോർട്ട്സ് ഒക്കെ ഞാൻ ഒരുപാട് സൈറ്റിൽ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഒളിച്ചിരിക്കുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മത്സരമായ നമ്മുടെ പഞ്ചാബ് കിങ്സ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രിഡിക്ഷൻസും ടിപ്സും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് കയറി ജോയിൻ ചെയ്യാത്തായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുക. കാരണം ഇതിലാണ് നമ്മൾ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുള്ളത്. തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മത്സരത്തിലോട്ട് നോക്കുന്ന സമയത്ത് April 13 മത്സരം നടക്കുന്നത്. എല്ലാവർക്കും ഒരു ഹാപ്പി അഡ്വാൻസ് വിഷു. ഈ ഒരു മത്സരം നടക്കുന്ന 7:30 കൃത്യം നമ്മുടെ മഹാരാജ യാദവേന്ദ്ര ആ സ്റ്റേഡിയം മറ്റേ മണിപ്പൂരം മല്ലാപൂര് അങ്ങനെ ഏതോ സ്ഥലത്ത് പഞ്ചാബിന്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അധികം മത്സരമൊന്നും ഈ പിച്ചിൽ നടന്നിട്ടില്ല. സോ പ്രീവിയസ് മാച്ച് ഇവിടെ നടന്നത് നമ്മുടെ പഞ്ചാബ് വേഴ്സസ് SRH തമ്മിൽ പ്രീവിയസ് മാച്ച് ഇവിടെ നടന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് പിച്ച് റിപ്പോർട്ടിനെ പറ്റി തന്നെ ആദ്യം പറഞ്ഞു തുടങ്ങാം. സോ അതിന് മുന്നായിട്ട് നമുക്ക് റീസെന്റ് ആയിട്ട് നടന്ന പഞ്ചാബ് കിങ്സ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് തമ്മിൽ ഈ ഒരു സെയിം ഗ്രൗണ്ടിലാണ് ഈ ഒരു മത്സരം നടന്നത്. സോ അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമുക്ക് പ്രിവ്യൂലോട്ട് വരാം കേട്ടോ. ബാക്ക് ടു നമ്മുടെ മാച്ചസ്. നമ്മൾ IPL ഒരു ആപ്ലിക്കേഷൻ ആട്ടോ യൂസ് ചെയ്യുന്നത്. IPL 2022-2024 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് പഞ്ചാബ് കിങ്സ് തമ്മിൽ റീസെന്റ് ആയിട്ട് നടന്ന ഒരു മത്സരമായിരുന്നു. സോ അതിൽ ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ സൺറൈസേഴ്സിനായിരുന്നു. സൺറൈസേഴ്സ് തന്നെയാണ് വിൻ ചെയ്തത്. 2 റൺസിനാട്ടോ വിൻ ചെയ്തത്. അവിടുത്തെ സ്കോർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ട് ടീമും കൂടെ ഏകദേശം 14 വിക്കറ്റാണ് പോയിട്ടുള്ളത്. ഓക്കെ, 15 വിക്കറ്റാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത് ആരൊക്കെയാണ് നോക്കാം. നമ്മുടെ ഭുവനേശ്വർ കുമാർ 2 വിക്കറ്റ്, പാറ്റ് കുമിൻസ് 1 വിക്കറ്റ്, അതുപോലെ നട്രാജൻ 1 വിക്കറ്റ്, നിതീഷ് കുമാർ റെഡ്ഡി 1 വിക്കറ്റ്, ജയദേവ് ഉദയകണ്ഠൻ 1 വിക്കറ്റ്. അത് ടോട്ടലി നോക്കുന്ന സമയത്ത് 4, 5, 6 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സാണ് എടുത്തിരിക്കുന്നത്. സോ ഇപ്പുറത്തോട്ട് നോക്കുന്ന സമയത്ത് 9 വിക്കറ്റ് ഫോളോ ആയിട്ടുണ്ട്. 9 വിക്കറ്റ് നോക്കിയാൽ 4 വിക്കറ്റ് ഹർഷദീപ് സിംഗ്, 2 വിക്കറ്റ് സാം കറൻ, 2 വിക്കറ്റ് നമ്മുടെ ഹർഷൽ പട്ടേൽ, 1 വിക്കറ്റ് നമ്മുടെ കാസിയോ റബാഡ. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? 6, 11, 13 വിക്കറ്റ്. 13 വിക്കറ്റും 15-ൽ 13 വിക്കറ്റും ഫാസ്റ്റ് ബോളേഴ്സാണ് എടുത്തിരിക്കുന്നത്. ഫാസ്റ്റ് ബോളേഴ്സിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് ഈ ഒരു അനലൈസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ വിക്കറ്റ് ടേക്ക് ചെയ്യാറുള്ള ഈ ഒരു ഗ്രൗണ്ടിൽ ഫാസ്റ്റ് ബോളേഴ്സാണ്. ആവറേജ് സ്കോർ ഒരു 160 അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുവരെ ഈ ഒരു പിച്ചിൽ 8 മത്സരം കളിച്ച് ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത ടീം 6 പ്രാവശ്യവും സെക്കൻഡ് ബാറ്റിംഗ് ചെയ്ത ടീം 2 പ്രാവശ്യമേ വിൻ ചെയ്തിട്ടുള്ളൂ. കൂടുതലും ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുന്ന ടീമാണ് വിൻ ചെയ്യുന്നത്. ചേസിങ് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഈ ഒരു ഗ്രൗണ്ടിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളെ ഈ ഒരു മത്സരത്തിൽ രാജസ്ഥാനാണ് ഫസ്റ്റ് ബാറ്റിംഗ് എങ്കിൽ രാജസ്ഥാനായിരിക്കും വിന്നിങ് പോസിബിലിറ്റീസ് കൂടുതൽ. കാരണം ചേസിങ് കുറച്ച് ഡിഫിക്കൽട്ട് ആണല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അതുപോലെ തന്നെ ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ നമുക്ക് 174 അതുപോലെ തന്നെ ഹൈസ്റ്റ് സ്കോർ 225, ഹൈസ്റ്റ് സ്കോർ ചേസിന് 149 അതൊക്കെയാണ് പോകുന്നത്. ഇവിടെ ഈ ഒരു പിച്ചിൽ റീസെന്റ് നടന്ന കുറച്ച് മത്സരത്തിന്റെ റെക്കോർഡ്സ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. 23 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും 4 വിക്കറ്റ് സ്പിന്നേഴ്സും ആണ് എടുത്തിരിക്കുന്നത്. ദ പിച്ച് വെസ് വെരി ഗുഡ്. പഞ്ചാബ് കിങ്സ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് സ്കോർ 180 റൺസിൻ്റെ അടുത്ത് സ്കോർ ചെയ്യുന്നതാണ് പറയുന്നത്. ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ 180 റൺസും ആവറേജ് സെക്കൻഡ് ഇന്നിംഗ് സ്കോർ 178 റൺസും. ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത ടീം വിൻ ചെയ്യാൻ 40%, സെക്കൻഡ് ബാറ്റിംഗ് ചെയ്ത ടീം വിൻ ചെയ്യാൻ 40%. കൂടുതലും ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത ടീമാണ് വിൻ ചെയ്യാൻ ചാൻസ് ഉള്ളത്. 36 ഡിഗ്രി സെൽഷ്യസ് ആണ്. റെയിൻ പോസിബിലിറ്റീസിൻ്റെ 20%. റെയിൻ ആണെങ്കിൽ ഒരുപാട് കയറി ഇൻവെസ്റ്റ് ചെയ്യരുത്. അപ്പോൾ ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ 171 റൺസൊക്കെയാണ്. ഫാസ്റ്റ് ബോളേഴ്സ് 75 വിക്കറ്റും സ്പിന്നേഴ്സ് 27 വിക്കറ്റ്സുമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിലുള്ള പ്രെഡിക്റ്റഡ് സ്കോറും വിന്നിംഗ് പോസിബിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. പഞ്ചാബ് കിങ്സിനാണ് ഫസ്റ്റ് ബാറ്റിംഗ് എങ്കിൽ അവിടെ പവർ പ്ലേ സ്കോറായിട്ട് 40 to 68 റൺസിനകത്താണ് വരാൻ പോസിബിലിറ്റീസ് ഉള്ളത്. അവരുടെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട്, അതായത് ഓപ്പോസിറ്റ് ആര് ബോൾ ചെയ്യും, അവരുടെ HTH റെക്കോർഡ്സ് ഇതെല്ലാം ബേസ്ഡ് ആയിട്ടാണ് ഈ ഒരു പവർ പ്ലേ സ്കോർ ഞാൻ ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ആവറേജ് സ്കോർ 172 to 178 റൺസ് വരെ അവർ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. പഞ്ചാബ് ഫസ്റ്റ് ബാറ്റിംഗ് ആയുള്ള കാര്യമാണ് പറയുന്നത്. അതേസമയം RR ഫസ്റ്റ് ബാറ്റിംഗ് എങ്കിൽ നമ്മുടെ പവർ പ്ലേയിൽ 36 to 65 റൺസ് വരെ വരാൻ ചാൻസ് ഉണ്ട്. ആവറേജ് സ്കോർ 170 to 190 റൺസ് വരെ വരത്തുള്ളൂ.
ഓക്കെ അതുപോലെ തന്നെ H2H റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് ഇതുവരെ നമ്മളെ പഞ്ചാബ് കിങ്സും രാജസ്ഥാൻ റോയൽസും തമ്മിൽ ഏകദേശം 26 മത്സരങ്ങൾ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഇതിൽ 11 എണ്ണവും പഞ്ചാബും 15 എണ്ണം രാജസ്ഥാനുമാണ് വിൻ ചെയ്തത്. കൂടുതൽ വിന്നിങ് പോസിബിലിറ്റീസ് രാജസ്ഥാൻ തന്നെയാണ്. സോ റീസൺ വിന്നിങ് ഇതൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ പഞ്ചാബ് കിങ്സ് ഫസ്റ്റ് മത്സരം വിൻ ചെയ്തു, സെക്കൻഡ് 2 മത്സരം തോൽവിയായിരുന്നു, പിന്നെ ഒരു മത്സരം വിൻ ചെയ്തു, പിന്നെ ഒരു മത്സരം തോൽവിയായിരുന്നു. രാജസ്ഥാൻ റോയൽസിലോട്ട് നോക്കുന്ന സമയത്ത് ആദ്യത്തെ 3-4 മത്സരങ്ങളും അടിപ്പിച്ച് വിന്നായിരുന്നു. ലാസ്റ്റ് ഒരു മത്സരം മാത്രമേ അവർക്ക് തോക്കണ്ടയായിട്ട് വന്നിട്ടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് സ്കോറും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് 2-3 അപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തി തരാം. തീർച്ചയായിട്ടും പ്രോഫിറ്റബിൾ ആവുന്ന അപ്ലിക്കേഷൻസ് ആണ് ഇവയെല്ലാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള കുബേര ഫാൻറ്റസി എന്ന് പറഞ്ഞ ഒരു കിടിലൻ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്നത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ നോർമലായിട്ട് ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡ്രീം11 പോലെ തന്നെയാണ്. ഇവിടെ ഈ ഒരു ഇപ്പോൾ ഇന്നത്തെ മാച്ച് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കോൺടെസ്റ്റുകൾ കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്ത് കിട്ടുന്ന ഒരു കോൺടെസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഡ്രീം11 ഇതേ സെയിം കോൺടെസ്റ്റ് 299 രൂപയാണ്. ഇവിടെ വന്നതിന് വേറെ 260 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് പ്രൈസ് 1000 തന്നെയാണ്, അവിടെ 1000 തന്നെയാണ്. ഇപ്പം നിങ്ങൾ ഒരു 10 എണ്ണം ഇട്ടു, ഒരു മാസത്തിൽ നിങ്ങൾ 10 കോൺടെസ്റ്റ് ഈ ഒരു സെയിം കോൺടെസ്റ്റ് ഇട്ടു. അപ്പം നിങ്ങൾക്ക് ഏകദേശം 400 രൂപ 390 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾ വിൻ ചെയ്തിട്ടൊന്നുമല്ല, കുബേര നിങ്ങൾ നമ്മുടെ ഡ്രീം11 വിട്ട് കുബേരയിലോട്ട് വന്നുകൊണ്ട് മാത്രമുള്ള നിങ്ങളുടെ പ്രോഫിറ്റാണ് ഞാൻ ഈ പറഞ്ഞത് 390 രൂപ. ഇതിൽ നിങ്ങൾ വിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ പ്രോഫിറ്റാണ്. സോ ഒരു കോൺടെസ്റ്റിൻ്റെ അത് റേറ്റും കാര്യങ്ങളെ ഞാൻ എടുത്ത് പറഞ്ഞു. ഒരുപാട് കോൺടെസ്റ്റ് ഇതുപോലെ നോക്കിക്കുക, റേറ്റ് കമ്മിയായിട്ടാണ് നമ്മുടെ കുബേര ഫാൻറ്റസി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മസ്റ്റ് ട്രൈ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഈസി ആയിട്ട് വിൻ ചെയ്യാൻ പറ്റുന്ന വേറൊരു സംഭവം കൂടെ ഉണ്ട്. 5 പ്ലേയേഴ്സ് ഉണ്ടാകും ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവരെ മാത്രം പിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ 575 രൂപയ്ക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോണൻറ്റ് ഇപ്പോൾ KL രാഹുലിനെയാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ KL രാഹുലിനെക്കാളും കൂടുതൽ പോയിന്റ് എടുത്ത് നമ്മുടെ ഡീകോക്ക് എടുക്കാൻ ക്വൻറ്റിൻ ഡീകോക്ക് എടുക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ നമ്മളിപ്പോൾ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ KL രാഹുലിനെക്കാളും കൂടുതൽ പോയിന്റ് നമ്മളെടുത്ത ഡീകോക്ക് എവിടെ എടുത്തതെന്ന് വെച്ചാൽ ഈസി ആയിട്ട് നമ്മൾ വിന്നാം. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് നമ്മുടെ കുബേര ഫാൻറ്റസി. ഇതുവരെ ട്രൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ചോയ്സ് 11 ട്രൈ ചെയ്യണമെങ്കിൽ ഇതും ട്രൈ ചെയ്യണം. കാരണം ഡെയിലി ഗീവേഴ്സ് നോക്കി ഗാഡ്ജറ്റ്സ് ഒക്കെയാണ് ഇന്നത്തെ മത്സരം ഗീവ് ആയിട്ട് അവർ കൊടുക്കുന്നത്. ഈസി ആയിട്ട് നമുക്ക് വിന്നാവാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഇവിടെ കോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതെന്തോന്ന് വെച്ചാൽ 5 പ്ലേയേഴ്സ് ഉണ്ടാകും ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണ് കുബേര ഡ്യൂ ഓപ്ഷൻ കണ്ടില്ല. ആ ഒരു സെയിം സംഭവമാണ്. ഈസി ആയിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. അതുകൂടാതെ തന്നെ ഒരുപാട് എൻട്രി ഫീസ് കമ്മിയായിട്ടാണ് നമ്മുടെ ഡ്രീം11 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കുറവ് എൻട്രി ഫീസ് കൊടുക്കുന്ന ഒരേ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ചോയ്സ് 11 ആണ്. സോ തീർച്ചയായിട്ടും ചോയ്സ് 11 ഇതുവരെ ട്രൈ ചെയ്യില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കിടക്കുന്നുണ്ട്, മറക്കാതെ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വിഷൻ 11 ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്യില്ലെങ്കിൽ ഇതും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. കാരണം ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകളുണ്ട്. 49 രൂപയ്ക്ക് GL നിങ്ങൾക്ക് ഇവിടെ കളിച്ച് ഫസ്റ്റ് വന്ന 7 lakh rupees കിട്ടും. അധികം ആൾക്കാരൊന്നുമില്ല, 3 ലക്ഷം പേരേ ഉള്ളൂ. ഇന്നലെ എൻ്റെ റാങ്ക് വന്നത് 1,48,00,000 പേരിൽ 3 ലക്ഷം ഒന്നാണ്. സോ അപ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലായല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് വിന്നാകാൻ പറ്റുന്ന ഒരു കിടിലിന് ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മളെ 29 രൂപയുടെ കോൺടെസ്റ്റും 7 രൂപയുടെ കോൺടെസ്റ്റും അങ്ങനെ ഒരുപാട് വെറൈറ്റി GLും ഗ്രാൻഡ് ലീഗും മിനി GLും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് കൂടുതലും ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിടിലൻ ആപ്ലിക്കേഷൻസ് ഒക്കെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതൊന്നും ഫേക്ക് അല്ല, 100% ജെന്യൂൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. റീസെൻറ്റ് 3 years ആയിട്ട് ഇതെല്ലാം ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടെയാണ് കേട്ടോ. ഈ ഒരു സ്പോർട്ടസി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇതുവരെ നിങ്ങൾ യൂസ് ചെയ്യില്ല, ഇത് യൂസ് ചെയ്യുക. ഇതിലും പോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. നമ്മളെ ആ ഒരു കുബേര ഫാൻറ്റസി ഡ്യൂ ഉണ്ടല്ലോ, ആ ഒരു സെയിം സംഭവമാണ്. ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ പറഞ്ഞാൽ ഈസി ആയിട്ട് ഏൺ ചെയ്യാം. കിടിലാണോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഡൗൺലോഡ് ചെയ്യാം, ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം ചെയ്യരുത്. എന്നിട്ട് നിങ്ങൾക്ക് കളിച്ചിട്ട് പ്രോഫിറ്റബിൾ ആണെങ്കിൽ മാത്രം പാൻ കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ലിങ്ക് ചെയ്യാൻ ശ്രമിക്കാം. സോ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. പ്രോബബിളി പ്ലേയിങ് 11 നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബ് കിങ്സിലാണെങ്കിൽ ശിഖർ ധവാൻ, ജോണി ബാരിസ്റ്റോ, ജിതീഷ് ശർമ്മ, അതുപോലെ തന്നെ A ശർമ്മ, അതുപോലെ സാം കറൻ, ശശാങ്ക് സിംഗ്, സിക്കന്ദർ റസ, ഹർപ്രീത് ബാർ, ഹർഷൽ പട്ടേൽ, കാസിയ റബാഡ, അതുപോലെ അർഷദീപ് സിംഗ്, ഇത്രയും പേരാണ് നമ്മുടെ പഞ്ചാബ് കിങ്സിൽ പ്ലേയിങ് 11 ആയിട്ടുള്ളത്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ അർഷദീപിന്, ഇപ്പോൾ സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ ഹർഷദീപിന് പകരം നമ്മുടെ സിമ്രാൻ സിംഗിനെ കൊണ്ടുവരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. രാജസ്ഥാൻ റോയൽസിലാണെങ്കിൽ നമ്മുടെ ജയ്സ്വാൾ, ജോസ് ബട്ട്ലർ, സഞ്ജു സാംസൺ, റിയാൻ പരാഗ്, ധ്രുവ് ജൽ, ഷിവരാൻ ഹെറ്റ്മേർ, രവിചന്ദ്ര അശ്വിൻ, ട്രെന്റ് ബോൾട്ട്, ആവേശ് ഖാൻ, കുൽദീപ് സെൻ, യുവരേന്ദ്ര ചഹാൽ, ഇത്രയും പേരാണ് നമ്മുടെ രാജസ്ഥാൻ റോയൽസിലുള്ളത്. ഇതിൽ നമ്മുടെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് നമ്മുടെ കേശവ് മഹാരാജ് ആണ്. ജയ്സ്വാളിൻ്റെ സ്ഥാനത്തോട്ട് കേശവ് മഹാരാജ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇതിൽ മെയിൻ പിക്കായിട്ട് ആരൊക്കെയാണ് നോക്കിയാൽ നമ്മുടെ അർഷദീപ് സിംഗ്, അതുപോലെ തന്നെ സഞ്ജു സാംസൺ. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ഡ്രീം ടീമിലും ഇൻക്ലൂഡ് ചെയ്യുന്ന 2 പ്ലെയേഴ്സാണ്. റീസെൻ്റ്ലി നല്ല ഫോമാണ്, ഈ ഒരു പിച്ചിൽ നല്ല റെക്കോർഡ്സ് ഉള്ള പ്ലെയേഴ്സാണ്.
കീ പ്ലെയേഴ്സായിട്ട് ശശാങ്ക് സിംഗ്, അതായത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നന്നായി കളിക്കാൻ പോസിബിലിറ്റീസ് ഉള്ള പ്ലെയേഴ്സാണ് ശശാങ്ക് സിംഗ്, അർഷദീപ് സിംഗ്, സഞ്ജു സാംസൺ, യുവരേന്ദ്ര ചഹൽ, ഇവരൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ റെക്കോർഡ്സ് റീസെൻ്റ് കളിച്ച മത്സരവും അതുപോലെ തന്നെ ഡ്രീം ടീമിൻ്റെ പോയിന്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ശിഖർ ധവാൻ 5 മത്സരം കളിച്ച് 152 റൺസ് എടുത്തിട്ടുണ്ട്. ഡ്രീം ടീമിൽ 238 പോയിന്റ്സ് നേടിക്കൊടുത്തിട്ടുണ്ട്. 5 മത്സരം കളിച്ച് ജോണി ബാരിസ്റ്റോ 81 റൺസാണ് നേടിയിട്ടുള്ളത്. സാം കറൻ 5 മത്സരം കളിച്ച് 20 റൺസാണ് നേടിയിട്ടുള്ളത്. 6 വിക്കറ്റും അദ്ദേഹം നേടിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് അഡ്വാൻറ്റേജ് ഉള്ള ഒരു പ്ലെയർ ആണ് നമ്മുടെ സാം കറൻ. സിക്കന്ദർ റാസ 2 മത്സരം കളിച്ച് 43 റൺസ് എടുത്തിട്ടുണ്ട്. 2-3 ഓവർ റീസെൻ്റ് ആയിട്ട് ബോൾ ചെയ്തു, പക്ഷേ വിക്കറ്റ്സ് കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അതുപോലെ തന്നെ ശശാങ്ക് സിംഗ് 5 മത്സരം കളിച്ച് പഞ്ചാബ് കിങ്സിന് വേണ്ടി 137 റൺസാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. ജിതീഷ് ശർമ്മ 5 മത്സരം കളിച്ച് 77 റൺസാണ്, റീസെന്റ് ഫോം ഔട്ട് ആണ്. അതുപോലെ തന്നെ ശർമ്മ നമ്മുടെ 5 മത്സരം കളിച്ച് 64 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഹർപ്രീത് ബാർ 5 മത്സരം കളിച്ച് 5 റൺസും 4 വിക്കറ്റ്സും അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ഓൾറൗണ്ടർ ആണ്, ബട്ട് കൂടുതലും ബൗളിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഹർഷൽ പട്ടേൽ 5 മത്സരം കളിച്ച് 6 വിക്കറ്റ്സ് ആണ് നേടിക്കൊടുത്തുള്ളത് പഞ്ചാബിന് വേണ്ടി. അതുപോലെ തന്നെ 5 മത്സരം കളിച്ച് 7 വിക്കറ്റ് നേടിക്കൊടുത്തിട്ടുണ്ട് കാസിയോ റബാഡ. അർഷദീപ് സിംഗ് 5 മത്സരം കളിച്ച് 8 വിക്കറ്റാണ് പഞ്ചാബ് കിങ്സിന് വേണ്ടി നേടിക്കൊടുത്തിട്ടുള്ളത്. രാജസ്ഥാൻ റോയൽസിലോട്ട് നോക്കിയാൽ 5 മത്സരം കളിച്ച് ജയ്സ്വാൾ ആകെ എടുത്തത് 63 റൺസാണ്. ജോസ് ബട്ട്ലർ 5 മത്സരം കളിച്ച് 143 റൺസാണ് നേടിയിട്ടുള്ളത്. സാം കറൻ 5 മത്സരം കളിച്ച് 246 റൺസ് നേടിയിട്ടുണ്ട്. റിയാൻ പരാഗ് 5 മത്സരം കളിച്ച് 261 റൺസും റീസെന്റ് നല്ലൊരു പെർഫോമൻസും ആയിരുന്നു. ഡ്രീം ടീം പോയിന്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ ഷിരോൺ ഹെറ്റ്മെയർ 5 മത്സരം കളിച്ച് 43 റൺസ് എടുത്തിട്ടുണ്ട്. ധ്രുവ് ജുവൽ 5 മത്സരം കളിച്ച് 42 റൺസ് എടുത്തിട്ടുണ്ട്. രവിചന്ദ്ര അശ്വിൻ 5 മത്സരം കളിച്ച് 45 റൺസും 1 വിക്കറ്റ് നേടിക്കൊടുത്തിട്ടുണ്ട്. ട്രെൻ ബോൾട്ട് 5 മത്സരം കളിച്ച് 5 വിക്കറ്റാണ് നേടിക്കൊടുത്തത്. ആവേശ് ഖാൻ 5 മത്സരം കളിച്ച് 3 വിക്കറ്റും കുൽദീപ് സെൻ 1 മത്സരം കളിച്ച് 3 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്. യുവരേന്ദ്ര ചഹൽ 5 മത്സരം കളിച്ച് 10 വിക്കറ്റാണ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി നേടിക്കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ പഞ്ചാബ് കിങ്സിലും അതുപോലെ തന്നെ നമ്മുടെ RRലും മോസ്റ്റ് റൺസ് ഉള്ള നല്ല കീ സ്റ്റാറ്റ്സ് ഉള്ള പ്ലെയേഴ്സിനെയാണ് പറയാൻ പോകുന്നത്. ശിഖർ ധവാൻ കഴിഞ്ഞ മത്സരങ്ങളിലൂടെ 152 റൺസാണ് പഞ്ചാബിന് വേണ്ടി നേടിക്കൊടുത്തുള്ളത്. ശശാങ്ക് സിംഗ് 137 റൺസ് നേടിക്കൊടുത്തിട്ടുണ്ട്. സാം കറൻ 120 റൺസ് നേടിക്കൊടുത്തിട്ടുണ്ട്. ഇവരാണ് പഞ്ചാബ് കിങ്സിലുള്ള ടോപ്പ് സ്കോറർ റൺസ് കൊടുക്കുന്നവർ. അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിനാണെങ്കിൽ റിയാൻ പരാഗ് 261 റൺസാണ് RRന് വേണ്ടി നേടിക്കൊടുത്തത്. സഞ്ജു സാംസൺ 246 റൺസും ജോസ് ബട്ട്ലർ 143 റൺസുമാണ് RRന് വേണ്ടി നേടിക്കൊടുത്തിട്ടുള്ളത്. മോസ്റ്റ് വിക്കറ്റ് ടേക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചാബ് കിങ്സിൽ അർഷദീപ് സിംഗ് 8 വിക്കറ്റും കാസിയോ റബാഡ 7 വിക്കറ്റും സാം കറൻ 6 വിക്കറ്റുമാണ് നേടിക്കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി യുവരേന്ദ്ര ചഹൽ 10 വിക്കറ്റും ട്രെൻ ബോൾട്ട് 5 വിക്കറ്റും കുൽദീപ് സെൻ 3 വിക്കറ്റുമാണ് നേടിക്കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ മോസ്റ്റ് ഫാൻറ്റസി പോയിന്റ്സ് നേടിക്കൊടുത്തിട്ടുള്ളത് പഞ്ചാബ് കിങ്സിൽ സാം കറനാണ്. അത് തന്നെ പിന്നെ നമ്മുടെ ശിഖർ ധവാനും പിന്നെ ശശാങ്ക് സിംഗുമാണ്. അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിക്കൊടുത്തിട്ടുള്ളത് സഞ്ജു സാംസണും റിയാൻ പരാഗും യുവരേന്ദ്ര ചഹാലുമാണ്. ഈ 3 പ്ലെയേഴ്സാണ് ഇതിൽ കീ പ്ലെയേഴ്സായിട്ട് പറയാനുള്ളത്. നമ്മുടെ പഞ്ചാബ് കിങ്സിലാണെങ്കിൽ നിങ്ങൾക്ക് ഇവരെ ക്യാപ്റ്റനും ഈസിയായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. ഈ കീ പ്ലെയേഴ്സിനെ ശിഖർ ധവാൻ, സാം കറൻ, സിക്കന്ദർ റാസ, ഇവരാണ് 3 കീ പ്ലെയേഴ്സ് ആയിട്ടുള്ളത്. ശിഖർ ധവാന് അത്യാവശ്യം ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു ഗ്രൗണ്ടിൽ നല്ല രീതിക്ക് ആവറേജ് ഉണ്ട് നമ്മുടെ ശിഖർ ധവാന്. സാം കറൻ ആണെങ്കിലും ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ അദ്ദേഹം സ്കോർ എടുക്കും. സെക്കൻഡ് ഇന്നിങ്സ് അത്യാവശ്യം നല്ല രീതിയിൽ ബൗളിംഗ് പെർഫോമൻസ് ചെയ്യുന്നതാണ്. അതേസമയം പഞ്ചാബിന് ഫസ്റ്റ് ബൗളിംഗ് ആണെങ്കിൽ സാം കറൻ ഭയങ്കര ഡൗൺ ആവാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. റീസെന്റ് നടന്ന മത്സരത്തിന്റെ പ്രിവ്യൂസിൽ വെച്ചാൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രാജസ്ഥാൻ റോയൽസിൽ നോക്കിയാണെങ്കിൽ ജോസ് ബട്ട്ലർ ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ സീസണിലൊക്കെ കാണാൻ കഴിഞ്ഞത്. പക്ഷേ ലാസ്റ്റ് ഒരു മത്സരം അദ്ദേഹം സെക്കൻഡ് ഇന്നിങ്സ് ആയിരുന്നു അത്യാവശ്യം നന്നായി കളിച്ച. റിയാൻ പരാഗ് ഏത് ഇന്നിങ്സ് ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാറ്റിംഗ് ചെയ്യുന്ന മറ്റൊരു പ്ലെയർ ആണ്. അതുപോലെ തന്നെ ഷിരോൺ ഹെറ്റ്മെയർ, ഇവരൊക്കെയാണ് നമ്മുടെ കീ പ്ലെയേഴ്സ് ആയിട്ട് പറയാനുള്ളത്. പഞ്ചാബ് കിങ്സ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിലുള്ള മത്സരത്തിൽ ക്യാപ്റ്റൻ VC ഓപ്ഷൻസ് പഞ്ചാബ് കിങ്സിലാണെങ്കിൽ ശിഖർ ധവാൻ, സാം കറൻ, സിക്കന്ദർ റാസ, ഇവരൊക്കെ ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിലാണെങ്കിൽ ജോസ് ബട്ട്ലർ, റിയാൻ പരാഗ്, ട്രെൻ ബോൾട്ട് നാളത്തെ ഒരു കീ പ്ലെയർ ആവാനുള്ള പോസിബിലിറ്റീസ് ആയാണ് അദ്ദേഹം ഇന്നത്തെ മത്സരത്തിൽ. അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിലുള്ള മത്സരത്തിൽ ഇന്നത്തെ ടിപ്സ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ പഞ്ചാബ് കിങ്സും അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസും ബോളിംഗ് ബെസ്റ്റാണ് ഇരു ടീമുകളിലും. ബട്ട് കൂടുതൽ വിന്നിംഗ് പോസിബിലിറ്റീസ് ഉള്ളത് പഞ്ചാബ് കിങ്സിനാണ്. കാരണം അവരുടെ ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ട് റീസെൻറ്റ് പെർഫോമൻസും അവിടുത്തെ പ്ലെയേഴ്സിൻ്റെ അടിപൊളിയാണ്. അപ്പോൾ അവർക്ക് കുറച്ച് വിന്നിംഗ് പോസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിലുള്ള മത്സരത്തിൽ
ടേക്ക് മോർ പ്ലെയേഴ്സ് ഇൻ പഞ്ചാബ് കിങ്സ്. ഓക്കെ, കൂടുതലും പഞ്ചാബ് കിങ്സിന് സപ്പോർട്ടായിട്ട് ടീം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സ്പിന്നേഴ്സിനെക്കാട്ടിലും രാജസ്ഥാനിനെക്കാട്ടിലും പഞ്ചാബിന് കുറച്ചുകൂടെ സപ്പോർട്ടാകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ 2 വിക്കറ്റ് കീപ്പർ ഇന്നത്തെ ഡ്രീം ടീമിൽ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്തായാലും 2 പേരും നന്നായി കളിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ശിഖർ ധവാൻ എലക്ടഡ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ, അതായത് ശിഖർ ധവാനെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റൻ നമ്മുടെ സാം കറിനെ ആക്കാനാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇത് ടീമിൽ നിന്ന് ഓരോരുത്തർ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. നമ്മുടെ പ്രിവ്യൂ ടീം ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഡ്രീമിൽ ഓപ്പൺ ചെയ്യാം കേട്ടോ. പഞ്ചാബ് കിങ്സ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിലുള്ള ടീം ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. സാം കറിനെ നമുക്ക് ടീമിലോട്ട് സഞ്ജു സാംസനെ നമുക്ക് ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ജോസ് ബട്ട്ലർ അദ്ദേഹത്തെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ശിഖർ ധവാൻ, അതുപോലെ സാം കറൻ, റിയാൻ പരാഗ്, 2 ആളെയും മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. റീസെൻറ്റ് പെർഫോമൻസ് ഒക്കെ ഡ്രീം ടീമിൽ കയറിയ ഒരു ഏക പ്ലെയർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചഹാലാണ്. കളിച്ച 5 മത്സരങ്ങളും ഡ്രീം ടീമിൽ ഒരുപാട് പോയിന്റ്സ് നേടിക്കൊടുത്തിട്ട് ഡ്രീം ടീമിൽ അദ്ദേഹം കയറിയിട്ടുണ്ട്. ട്രെൻറ്റ് ബോൾട്ട്, കാസിയോ റബാഡ, കുൽദീപ് സിംഗ് ഒരു കീ പ്ലെയർ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഹർഷൽ പട്ടേൽ, ഡത്ത് ഓവറുണ്ട്, അദ്ദേഹത്തിന് വിക്കറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഡത്ത് ഓവർ എന്ന മറ്റു പ്ലെയറാണ് ഹർഷദീപ് സിംഗ്, അതുപോലെ ഹർഷൽ പട്ടേൽ, കാസിയോ റബാഡ. ഓക്കെ, സോ അവരെന്തായാലും ഇൻക്ലൂഡ് ചെയ്യുക. ട്രെൻറ്റ് ബോൾട്ട് ടോപ്പ് ഓർഡറിൽ ബോളിംഗ് ചെയ്ത് ടോപ്പ് ഓർഡർ വിക്കറ്റ്സ് എടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മിഡിൽ ഓർഡർ വീഴും. അപ്പോൾ മിഡിൽ ഓർഡറത്തെ ബൗളേഴ്സിനെ നമുക്ക് എടുക്കണം. സാം കറൻ അങ്ങനെ അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. ചഹാൽ നല്ലൊരു ഓപ്ഷനാണ്. അതുകൊണ്ടാണ് അവർ 2 പേരും നമ്മൾ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മുടെ ടീമിൽ ജയ്സ്വാൾ റീസെൻ്റായിട്ട് കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ ശശാങ്ക് സിംഗ് ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ആയതുകൊണ്ട് റീസെൻ്റായിട്ട് കളിച്ച പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലായതുകൊണ്ടും അദ്ദേഹത്തെ നമുക്ക് വേണമെങ്കിൽ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സിക്കന്ദർ റാസ ഈസ് ഒരു ഡ്യുവൽ അഡ്വാൻറ്റേജ് ആണ്. സോ ആണെങ്കിൽ അദ്ദേഹത്തെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയത്. ഒരുപാട് പേര് ക്യാപ്റ്റൻസി നമ്മുടെ റിയാൻ പരാഗിനെയാണ് കൊടുക്കുന്നത്. കളിച്ച എല്ലാ മത്സരങ്ങളിലും 4 മത്സരങ്ങളിലും നല്ല പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഞാൻ എന്തായാലും ക്യാപ്റ്റൻസി നമ്മുടെ സഞ്ജു സാംസനും വൈസ് ക്യാപ്റ്റൻസി നമ്മുടെ സാം കറിനുമാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടീമൊന്ന് നോക്കാം. ജോസ് ബട്ട്ലർ, സഞ്ജു സാംസൺ, ശിഖർ ധവാൻ, ജയ്സ്വാൾ, അതുപോലെ തന്നെ സിക്കന്ദർ റാസ, സാം കറൻ, റിയാൻ പരാഗ്, യുവരേന്ദ്ര ചഹാൽ, ട്രെൻറ്റ് ബോൾട്ട്, കാസിയോ റബാഡ, ഹർഷദീപ് സിംഗ്, ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഈ ഒരു മത്സരത്തെ പറ്റി ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതിലാണ് നമ്മൾ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുള്ളത്. ഫ്രണ്ട്സ്, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.